അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പൊ ഇന്ന് ഒരു ചെടി നടൽ വ്ലോഗാണ്. ഇത് ഞാനൊരു ട്രിപ്പ് പോയ സമയത്ത് അവിടുത്തെ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്ന ഒരു മൽബറി ചെടിയാണ്. അത് എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും. പക്ഷെ നോ ഇഷ്യൂ, നട്ടാൽ ഉടനെ വളരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് നടാൻ വേണ്ടിയിട്ട് ഈ 3 എണ്ണമല്ല, ഒരെണ്ണത്തിൽ നമ്മൾ ഇത് നടന്നു, 2 നമ്മൾ വേറെ എന്തെങ്കിലും ചെടി നടന്നു. ബിക്കോസ് ഇന്ന് നമ്മളൊരു പ്രകൃതി സ്നേഹിയായി മാറുന്ന ദിവസമാണ്. സോ ലെറ്റ്സ് ഗോ. ചെടിച്ചട്ടി തന്നെ നടന്നു പോകുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് മണ്ണെടുക്കാൻ പോകുന്നത്. കമോൺ. ഓക്കെ, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. തൂമ്പ. വേറെ തൂമ്പൊന്നുമില്ല. ഈ ഒരു തൂമ്പ 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 തൂമ്പ. അങ്ങനെ നമ്മുടെ എക്യുപ്മെന്റ്സ് റെഡി. തൂമ്പ, മൺചട്ടി. ഇവിടെ നമുക്ക് മണ്ണെടുക്കാം. മൺചട്ടി അല്ല, പ്ലാസ്റ്റിക് ചട്ടിയാണ്. പക്ഷെ നമ്മൾ മണ്ണെടുത്തതോടെ ഒരു മൺചട്ടിയായിട്ട് മാറും. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ ഏത് മണ്ണാണെങ്കിലും നല്ലതാണ്, പക്ഷെ നമുക്ക് ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്ന് എടുക്കാം. കുഴിക്കുമ്പോൾ വല്ലതും കിട്ടിയ കുഴിക്കുമ്പോൾ ഒരു കൈ അല്ലെങ്കിൽ ഒരു നിധി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വ്ലോഗിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഇതൊന്നും ഇടാൻ പറ്റില്ല, അറിയാം, തലയൊപ്പിടിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്ക് മണ്ണ്, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ മണ്ണിട്ട് കളയാം. മെല്ലെ മെല്ലെ വേണം നമ്മൾ മണ്ണൊന്ന് ലൂസാക്കി എടുക്കാൻ. എനിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ചേർത്താണ് നമ്മൾ ഈ വേരൊക്കെ മാറ്റുക. ഇതെന്തോ ഒരു പ്രത്യേക തരം വേരുള്ള സ്ഥലമാണ്. തെങ്ങിന്റെ അല്ലേ? സോസിന്റെ വേസ്റ്റ് പാക്കറ്റ് ആണ്. ഞങ്ങൾ ഇട്ടല്ല, ബട്ട് ഞങ്ങൾ ഇത് നിർമ്മാർജ്ജനം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ചട്ടി മണ്ണെടുത്തു, അരച്ചട്ടി മണ്ണെടുത്തു. മണ്ണിരൊന്നുമില്ല അല്ലേ? ഇല്ല. നമുക്കങ്ങനെ ഒരു ചട്ടി മണ്ണ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് 2 ചട്ടിയും കൂടി നിറയ്ക്കണം. ഓക്കെ, ഈ പ്രൊഫഷണൽ കിള കളിക്കുന്നത് ഞാനല്ല, അറിയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവള് നല്ല മനസ്സ് കാണിച്ച് വന്നു. അവളിപ്പതേ നിറച്ചോണ്ടിരിക്കുകയാണ്. വാവ്, നല്ലതായിട്ട് നല്ല മണ്ണ് നിറഞ്ഞു. നെക്സ്റ്റ് അങ്ങനെ 2ാമത്തെ ചട്ടിമാണ് നമുക്ക് ഇട്ടിരിക്കുകയാണ്. മണ്ണിരൊന്നും ഇല്ല കേട്ടോ. മണ്ണിരല്ലേ? അത് നോക്കും. മഴ പെയ്തുകൊണ്ട് മണ്ണിളക്കി കൊടുക്കാം. ഇടയ്ക്ക് വെച്ച് പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറി. ഞാനാകെ മൽബറി നടാന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ നോക്കുമ്പോൾ നല്ല മണ്ണുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങനത്തെ ഇത്രയും ചട്ടികളുണ്ട്, അപ്പൊ ഇത് നിറച്ച് നടാലോ. ബിക്കോസ് വൈ നോട്ട്? റിയ നന്നായിട്ട് മണ്ണ് കിളയ്ക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കിളയ്ക്കാൻ പിടിക്കുകയാണ് അവൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ തോട്ടത്തിൽ നിന്ന് കുറെ മണ്ണെടുത്ത് നമുക്ക് ഒരുപാട് നടാം എന്ന് വിചാരിച്ചു. ഇന്ന് ഇതിലൊരു മണ്ണിര, മണ്ണിൽ മണ്ണീരിയില്ല, പക്ഷെ ചട്ടിയിൽ മണ്ണീരയുണ്ട്. ഇത്രയുമാണ് നമുക്ക് നിറയ്ക്കാനുള്ളത്. ഓക്കെ, തൂമ്പടപ്പം വെട്ടാനിപ്പോ കൈ. നന്നായിട്ട് പോരുന്നുണ്ട് ഒരു മണ്ണ് നോക്കാം.
വരണോ? ഇത് കുറച്ചുകൂടി യെസ്. അങ്ങനെ നമ്മുടെ 1 2 3 4 5 6 7 8 9 10 നമ്മൾ 10 ചട്ടികൾ നിറച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷമായി ഞങ്ങളുടെ അടുത്ത് ഇത്രയും ചട്ടികൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട്. റിയ ഒരു പൂരത്തിന് പോയപ്പോൾ, എവിടെ പൂരത്തിന് പോയപ്പോൾ? തൃപ്പൂണിത്തുറ പൂരത്തിന് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ചെടി നടാൻ വേണ്ടി, കൊച്ചിയിലായിരിക്കുമ്പോൾ. പക്ഷെ ഞങ്ങൾക്ക് ഓരോരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നടാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം എന്തായാലും നട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞങ്ങൾ മണ്ണ് നിറച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റഡ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇനി ചെടികൾ നടാം. ഇനി ഇതിൽ വെക്കാനുള്ള ചെടികൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് ടാസ്ക്. കം ഓൺ. മണ്ണൊക്കെ നിറച്ചു. പക്ഷെ മൽബറി അതിൻ്റെ തൈ ഞാൻ എവിടെയോ വെച്ചു. നമുക്ക് മണ്ണിൽ തപ്പാം. ഇവിടെ എവിടെയോ സൂക്ഷിച്ചാണ് വെച്ചത്. കിട്ടി. ഇത് വാട കുട്ടാ. കിട്ടി. വാഴ, ശരിക്കും വാഴ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരു ചെടി കിട്ടിയിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ തൈ ഒരു തൈന്ന് കുറേ എണ്ണം ആയതാ തോന്നുന്നു. അപ്പോൾ 3 എണ്ണം എടുത്തോടി. നമുക്കിത് പറിച്ചങ്ങ് നടാം. നല്ല ചെടിയത്. ഓക്കെ, കണ്ടോ ഇവിടെ ഈ ചട്ടിയിൽ ആ ചെടി ഓൾറെഡി ഉണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ചെമ്പരത്തി. ഇത് നമ്മുടെ ഒരു ഇരയാണ്. ഇവനെയും കൂടി നമുക്ക് എടുക്കാം. നൈസ്. മെയിൻ ക്യാരക്ടർ മൽബറിന്റെ എല്ലാ ജീവനും നഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനെ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ പരിപോഷിപ്പിക്കാം. ഇത് മൽബറി റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടായിരുന്നേ. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേട്ടനാണ് നടത്തുന്നത്. അപ്പോൾ അവരോടൊപ്പം ഞാൻ ട്രിപ്പ് പോയപ്പോൾ അവർ ആ മൽബറി റൂട്ട്സ് എന്നുള്ള പേരിന് വേണ്ടിയിട്ട് മൽബറി ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി തന്നാണ് കേട്ടോ. അവരിപ്പോൾ കണ്ടാൽ എന്നെ തല്ലും. കാരണം അവരെല്ലാവരും വെച്ച് അതിനകത്ത് മൽബറിയൊക്കെ കഴിച്ചു. ഞാൻ മാത്രം ഒരു പ്രകൃതി സ്നേഹി അല്ലാത്തത് കൊണ്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ നടാൻ പോകണം. ഓക്കെ, കമ്മ. വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. വളരണേ കുഞ്ഞാ. നമ്മള് നട്ടു. ഓക്കെ, 1 2 3 4 മൽബറി ആൻഡ് 5 ഇത്. ഇനി നമുക്ക് 5 ചട്ടി കൂടി നിറയ്ക്കാനുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നടാൻ പോകുന്നത് ഈ കുരുവാണ്. ഇതാണ് റംബൂട്ടാൻ്റെ കുരു. റംബൂട്ടാൻ്റെ തൈയാണോ നല്ലത് കുരുവാണോ എന്നാണ് ഞങ്ങൾക്ക് ഐഡിയ ഇല്ല. പക്ഷെ ഞങ്ങൾ ഈ ഇടയ്ക്ക് റംബൂട്ടാൻ വാങ്ങിച്ചപ്പോൾ റംബൂട്ടാൻ ഞങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ആയതുകൊണ്ട് ഞങ്ങൾ കുരു എടുത്തു വെച്ചു. റംബൂട്ടാനും നമ്മൾ നട്ടു. ഇതിവിടെ പൊട്ടയായിട്ട് കിടക്കുന്ന ഈ ചെടിയാണ്. അപ്പം നമുക്കിതിനെ മാറ്റി നടാം. ചീത്തയടി നമുക്ക് വേണ്ട. അത് ചീത്ത. വെറൈറ്റി ഷോട്ട്സ് വരുന്നുണ്ട്. അമ്മേ
അങ്ങനെ നമ്മുടെ ചെടികൾ നമുക്ക് സെറ്റായിട്ട് നമുക്ക് ചെടികളൊക്കെ ഇവിടെ വെക്കാം. ഇപ്പം ഞങ്ങൾക്ക് വെക്കാൻ ആക്ച്വലി സ്ഥലമൊന്നും ഇല്ല. ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ ആയിട്ട് വെക്കുകയാണ് കേട്ടോ, നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഭാഗമായിട്ട്. ഇതാണ് നമ്മുടെ മൽബറി ചെടി. നെക്സ്റ്റ് നമുക്ക് വെക്കാനുള്ളത് ഈ ചെടിയുടെ പേരറിയാവുന്നവർ പറയണേ. ഈ ചെടിയുടെ പേര് ഞങ്ങൾക്കറിയില്ല. ഇതിന്റെ പേരെന്താ ഇല്ല. ഒരു പച്ചച്ചെടി നാളെ നമ്മളിങ്ങനെ വെച്ചു നല്ല ഭംഗിയായിട്ട്. യെസ്, മിഷൻ കംപ്ലീറ്റ് ആയിട്ട്.